Hello my dear students, welcome to Learner's World. In this video I talk about Shakespeare's Sister written by Virginia Woolf part 5. People like Lord Birkenhead, a lawyer and an MP under Winston Churchill and Ingay, professor of divinity at Cambridge, wrote contemptuously about the writing of women. അപ്പോൾ ലോർഡ് ബിർക്കൻഹെഡ് അദ്ദേഹം ഒരു ലോയർ ആയിരുന്നു, അതുപോലെ വിൻസ്റ്റൺ ചർച്ചിൽ ഒരു MP ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഡീൻ ഇൻഗെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഡിവിനിറ്റി പ്രൊഫസർ ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടു പേരും വിമണിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട്, അതായത് പരിഹാസ രൂപത്തിലാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. Mr. Oscar Browning, co-founder of Cambridge University Day Training College, wrote very badly about women. അതുപോലെ തന്നെയാണ് മിസ്റ്റർ ഓസ്കാർ ബ്രൗണിങ്ങും. അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഡേ ട്രെയിനിങ് കോളേജിൻ്റെ co-founder ആയിരുന്നു. അദ്ദേഹം വളരെ ബാഡായിട്ടാണ് വുമണിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, He wrote the best woman was intellectually the inferior of the worst men. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത് the best woman was intellectually inferior. അതായത് നല്ല ബുദ്ധിമതിയായിട്ടുള്ള ഒരു വുമൺ എന്താണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു മാൻ, അതായത് മോശമായിട്ടുള്ള ഒരു മാനിൻ്റെ താഴെയാണ്. അതായത് ഏറ്റവും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വുമൺ പോലും വേഴ്സ്റ്റ് മാനിൻ്റെ താഴെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, Because of such prevailing opinions, fathers who desired the welfare of their daughters did not want them to become writers, painters or scholars. അപ്പോൾ സച്ച് പ്രിവെയിലിംഗ് ഒപ്പീനിയൻസ്, അപ്പോൾ അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു ഒപ്പീനിയൻസ്, അതായത് വുമണിനുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻസ്, അതായത് അവർ വുമണിനെ വളരെ ബാഡായിട്ടാണ് കണ്ടിരുന്നത്. അതായത് ഇൻ്റലക്ച്വലി ആയിട്ടുള്ള വുമൺ പോലും അന്നത്തെ കാലത്ത് മോശമായിട്ടുള്ള മാനിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഒപ്പീനിയൻസ് അന്നത്തെ ഫാദേഴ്സ് എന്ത് ചെയ്തിരുന്നു, അവരുടെ പെൺമക്കളെ കുറിച്ചിട്ട് അവർ റൈറ്റേഴ്സ് ആവണമെന്നോ പെയിൻറ്റേഴ്സ് ആവണമെന്നോ സ്കോളേഴ്സ് ആവണമെന്നും എന്നും ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. In Saturday Review, Mr. Gregg wrote, "The essentials of a woman's being are that they are supported by and they minister to men." അപ്പോൾ സാറ്റർഡേ റിവ്യൂവിൽ മിസ്റ്റർ ഗ്രെഗ് എഴുതിയിട്ടുണ്ടായിരുന്നത്, അതായത് ദ എസെൻഷ്യൽസ് ഓഫ് എ വുമൻസ് ബീയിങ്, അതായത് ഒരു വുമണിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളത് എന്തായിരുന്നു എന്ന് വെച്ചാൽ സപ്പോർട്ടഡ് ബൈ മെൻ, അതായത് ഒരു മെന്ന് അവളെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ മിനിസ്റ്റർ ടു മെൻ, അതുപോലെ അവളൊരു മെന്നിനെ സേവിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. ഗേൾസ് themselves read this kind of opinions and they lowered their vitality and that affected their work. അങ്ങനെ ഗേൾസ് ഈ ഒരു ഒപ്പീനിയൻസൊക്കെ റീഡ് ചെയ്യാൻ തുടങ്ങി. അതുമൂലം അവരുടെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടു. അത് അവരുടെ വർക്കിനെയും അഫക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. People told women, "You cannot do this, you are incapable of doing that." അപ്പോൾ ആളുകൾ അവളോട് നിരന്തരം പറയാൻ തുടങ്ങി, നിനക്കിത് ചെയ്യാൻ കഴിയില്ല, നിനക്കിത് ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളതൊക്കെ. ബട്ട് സം വുമൻ നോവലിസ്റ്റ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് സച്ച് അസേർഷൻസ്. പക്ഷെ എന്നാലും ചില വുമൻ നോവലിസ്റ്റുകളൊക്കെ ആ ഒരു അസേർഷനെതിരെ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് വുമൺ ഡിഡ് നോട്ട് ഡയർ ടു പെയിൻറ്റ് ഓർ ട്രൈ കമ്പോസിങ് മ്യൂസിക്. പക്ഷെ എന്നാലും വുമൺ എന്ത് ചെയ്തിരുന്നില്ല, പെയിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദേ ഡിഡ് നോട്ട് ട്രൈ ടു ബിക്കം പ്രീച്ചേഴ്സ്. അവർ പ്രീച്ചേഴ്സ് ആവാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതായത് പ്രാസംഗികരാവാൻ അവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വെൻ ദ ഫീമെയിൽ കമ്പോസർ മിലെ ജെർമെയിൻ Taillefer tried to compose music, this is what people would say, a woman's composing is like a dog's walking on his hind legs. അപ്പോൾ ഒരു ഫീമെയിൽ കമ്പോസർ മിലെ ജെർമെയിൻ ടെയിൽഫർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മ്യൂസിക് കമ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആളുകൾ അവളെ കുറിച്ചിട്ട് പറയുന്നത്, എ വുമൺസ് കമ്പോസിങ് ഈസ് ലൈക്ക് എ ഡോഗ്സ് വാക്കിംഗ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. അതായത് ഒരു വുമൺ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് ഏതുപോലെയാണ്, അതായത് ഒരു പട്ടി അതിൻ്റെ പിൻകാലുകൾ വെച്ച് നടക്കുന്നത് പോലെയാണ്
ഒരു വുമൺ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് എന്നാണ് ആളുകൾ അവളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഡൺ വെൽ ബട്ട് യു ആർ സർപ്രൈസ് ടു ഫൈൻഡ് ഇറ്റ് ഡൺ അറ്റ് ഓൾ. അതായത് ഒരു പട്ടി നടക്കുന്ന സമയത്ത് പിൻകാലുകൾ വെച്ച് നടക്കുമ്പോൾ അതൊരിക്കലും ശരിയാകില്ല, പക്ഷേ ആളുകൾക്ക് കാണുമ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ട് തോന്നുന്നതാണ് ആ ഒരു ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു വുമൺ മ്യൂസിക് കമ്പോസ് ചെയ്താൽ ഒരിക്കലും ശരിയാകില്ല എന്നുള്ളതായിരുന്നു അവരുടെ വാദം. അതായത് എന്നാലും ആളുകൾ അത് നല്ലൊരു സർപ്രൈസിൽ അത് നോക്കി നിൽക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, thus we see that even in 19th century a woman was not encouraged to be an artist. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 19th സെഞ്ച്വറിയിൽ ഒരു വുമണിനെ ആരും എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഓൺ ദ കോൺട്രറി ഷി വാസ് സ്നബ്ഡ്, സ്ലാപ്ഡ്, ലെക്ചേർഡ് ആൻഡ് എക്സോർട്ടഡ്. പക്ഷേ അവൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവളെ പരിഹസിക്കുകയും വിരട്ടുകയും ഉപദേശിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെർ മൈൻഡ് മസ്റ്റ് ഹാവ് ബീൻ സ്ട്രെയിൻഡ് ആൻഡ് ഹെർ വൈറ്റാലിറ്റി ലോവേർഡ്. അപ്പോൾ ഈ ഒരു പരിഹാസം മൂലം അവളുടെ മനസ്സിനെ ഇത് സാരമായി ബാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അവളുടെ കഴിവുകളൊക്കെ ഇതുമൂലം ഇല്ലാതാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മാൻസ് ഡിസൈഡ് ടു ബി സുപ്പീരിയർ ഇൻ എവറിത്തിങ് ഇൻക്ലൂഡിങ് പൊളിറ്റിക്സ്. അപ്പം മാൻ എന്താ ആഗ്രഹിച്ചിരുന്നു? എല്ലായിടത്തും വിമണിനേക്കാൾ മുമ്പന്തിയിൽ മാൻ നിൽക്കണം എന്നുള്ളത് ആഗ്രഹിച്ചിരുന്നു. മാൻസ് ഡിസൈഡ് ടു ബി സുപ്പീരിയർ ഇൻ എവറിത്തിങ് ഇൻക്ലൂഡിങ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ പോലും മാനെ വിമണിനേക്കാളും മുമ്പന്തിയിൽ നിൽക്കണമെന്ന് മാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. Lady Bessborough, with all her passion for politics, had to write to Lord Granville Levison Gower. അപ്പോൾ ലേഡി ബെസ്ബറോഗ് അവൾ ലോർഡ് ഗ്രാൻവില്ലേക്ക് ഒരു ലെറ്റർ എഴുതുന്നുണ്ട്. അതിൽ അവൾ പറയുന്നുണ്ട് അവളുടെ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടുള്ള വ്യൂസൊക്കെ അവൾ പറയുന്നുണ്ട്. എന്താണ് അവൾ പറയുന്നത്? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഓൾ മൈ വയലൻസ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ടോക്കിംഗ് സോ മച്ച് ഓൺ ദാറ്റ് സബ്ജക്റ്റ്. അതായത് അവൾ പറയുന്നുണ്ട് ഞാൻ പൊളിറ്റിക്സിലൊക്കെ നല്ല രീതിയിൽ ഞാൻ മുൻപന്തിയിൽ നിൽക്കാറുണ്ട്, പക്ഷേ ഞാൻ ഒരുപാട് പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് ഞാൻ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ഐ പെർഫെക്റ്റ്ലി അഗ്രി വിത്ത് യു. പക്ഷേ ഞാൻ നിങ്ങളുമായിട്ട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ദാറ്റ് നോ വുമൺ ഹാസ് എനി ബിസിനസ് ടു മെഡിൽ വിത്ത് ദാറ്റ് ഓർ എനി അതർ സീരിയസ് ബിസിനസ്. അതായത് ഈ ഒരു പൊളിറ്റിക്സിൽ ഒരു വുമണിനെ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നു. ഫർദർ ദാൻ ഗിവിങ് ഹെർ ഒപ്പീനിയൻ ഇഫ് ഷീ ഈസ് ആസ്ക്ഡ്. അവളോട് അവളുടെ അഭിപ്രായം ചോദിച്ചാൽ മാത്രം അവൾ പറഞ്ഞാൽ മതി, അല്ലാതെ പൊളിറ്റിക്സിലൊന്നും വന്നിട്ട് അവൾ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ ലേഡി ബെസ്ബറോഗ് ലോർഡ് ഗ്രാൻവില്ലേക്ക് ഒരു ലെറ്ററിൽ എഴുതുന്നത്. ദ ഹിസ്റ്ററി ഓഫ് മെൻസ് ഒപ്പോസിഷൻ ഓഫ് വുമൻസ് ഇമാൻസിപ്പേഷൻ ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദാറ്റ് ഇമാൻസിപ്പേഷൻ ഇറ്റ് സെൽഫ്. അപ്പം നമുക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സ്ത്രീ സ്വാതന്ത്ര്യ സമരത്തേക്കാൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനോട് വിരോധം ഉണ്ടായിട്ടുള്ള പുരുഷന്മാരുടെ പടയോട്ടത്തെ പറ്റിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. The books that women often read were those that drew tears from their eyes. അതായത് ഇതിൽ പറയുന്നത് സ്ത്രീകൾ, അതായത് വുമൺ വായിക്കുന്ന ബുക്സ് എന്ന് പറയുന്നത് പലപ്പോഴും അവളെ കരയിപ്പിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്ലോറൻസ് നൈറ്റിംഗേൽ സ്ട്രൈക്ക്ഡ് അലൗഡ് ഇൻ ഹെർ അഗണി. അപ്പോൾ അവളുടെ വേദനയിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. സം ഓഫ് ദ ഗേൾസ് പ്രിവിലേജ് ടു അറ്റൻഡ് കോളേജ് നൗ മേ സേ ദാറ്റ് എ ജീനിയസ് ദാറ്റ് മൈൻഡ് മോസ്റ്റ് വാട്ട് ഈസ് സെയ്ഡ് ഓഫ് ദം. അപ്പോൾ കോളേജിലൊക്കെ പോകുന്ന ഗേൾസ് മേ ബി പറയാം എന്ത്, ഇത്രയും ജീനിയസ് ആയിട്ടുള്ള ഒരാളെ ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ വേണമെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാം. തിങ് ഓഫ് കീറ്റ്സ്, നമ്മളോട് എന്താണ് കീറ്റ്സിനെ കുറിച്ചിട്ട് ചിന്തിക്കാനാണ് പറയുന്നത്. റിമെമ്പർ ദ വേർഡ്സ് ഓഫ് ഹാഡ് കട്ട് ഓൺ ഹിസ് ടോം സ്റ്റോൺ. അപ്പോൾ അദ്ദേഹം കീറ്റ്സിൻ്റെ ആ ഒരു ടോം സ്റ്റോണിൽ കൊത്തിവെച്ചിട്ടുള്ള ആ ഒരു വേർഡ്സിനെ കുറിച്ചിട്ട് ഓർക്കാൻ പറയുന്നുണ്ട്. തിങ് ഓഫ് ടെന്നിസനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പറയുന്നുണ്ട്. ദർ ആർ മെനി മോർ സച്ച് എക്സാമ്പിൾസ് വേർ മെൻ ഹാവ് മൈൻഡഡ് ബിയോണ്ട് റീസൺ ദ ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ്. അതായത് ഒരു കാരണവും ഇല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുകയും അത് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരുടെയും കൂട്ടത്തിൽ പെട്ടതാണ് കീറ്റ്സും ടെന്നിസണും ഒക്കെ. അപ്പോൾ ഇവരെ പോലെയുള്ള ഒരുപാട് ആളുകൾ വേറെ ഉണ്ട് എന്നാണ് പറയുന്നത്. I believe the mind of an artist should be incandescent, passionate, emitting light when heated, like Shakespeare's mind. അപ്പോൾ I believe the mind of an artist should be incandescent. അതായത്
എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ മൈൻഡ് ചൂടാകുന്ന സമയത്ത് പ്രകാശിക്കുന്നതാവണം ഒരു ആർട്ടിസ്റ്റ് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എന്നാണ് പറയുന്നത്. ലൈക്ക് ഷേക്സ്പിയറുടെ മൈൻഡ് പോലെ ആകണം ഒരു ആർട്ടിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദർ മസ്റ്റ് ബി നോ ഒബ്സ്റ്റക്കിൾ ഇൻ ഇറ്റ്, നോ ഫോറിൻ മാറ്റർ അൺകൺസ്യൂംഡ്. അതായത് യാതൊരു തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ്, അതായത് തടസ്സങ്ങളോ ബന്ധങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു ആർട്ടിസ്റ്റിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത്, ആർട്ടിസ്റ്റിൻ്റെ മൈൻഡ് ചൂടാകുമ്പോൾ അത് പ്രകാശിക്കുന്നതാവണം ഒരു ആർട്ടിസ്റ്റ് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എന്നാണ് പറയുന്നത്. ഈവൻ വെൻ ബി സേ വി നോ നത്തിങ് ഓഫ് ഷേക്സ്പിയർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതായത് നമ്മളെല്ലാവരും പറയും ഷേക്സ്പിയറുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ചിട്ട് നമുക്കൊന്നും അറിയില്ല എന്ന്. വി ആർ സെയിങ് സംതിങ് അബൌട്ട് ഷേക്സ്പിയർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതായത് നമുക്ക് അദ്ദേഹം ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എവിടെയും നമുക്ക് അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ചിട്ട് നമുക്ക് ആർക്കും അറിയില്ല. വി നോ സോ ലിറ്റിൽ അബൌട്ട് ഹിസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ബിക്കോസ് ഹിസ് ഗ്രഡ്ജസ്, സ്പൈറ്റ്സ് ആൻഡ് ആൻറ്റിപ്പതീസ് ആർ ഹിഡൻ ഫ്രം അസ്. അതായത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കേടുകളും വെറുപ്പുകളും വൈരാഗ്യങ്ങളും ശത്രുതകളെ കുറിച്ചിട്ടൊന്നും അദ്ദേഹം എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്തായിരുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, all decide to protest, to preach, to proclaim an injury, to pay off, escort, to make the world the witness of some hardship or grievances was fired out of him and consumed. അതായത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നമുക്ക് ഓൾ ഡിസൈഡ് ടു പ്രൊട്ടസ്റ്റ്, അതായത് പ്രതിഷേധത്തിനുള്ള ആഗ്രഹം നമുക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അദ്ദേഹത്തിന് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ടു പ്രീച്ച്, അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ ടു പ്രൊക്ലെയിം ആൻഡ് ഇഞ്ചുറി, അതായത് വേദനകൾ അദ്ദേഹം പുറത്ത് പറഞ്ഞിരുന്നു. അതുപോലെ ടു പേ ഓഫ് എ സ്കോർ, അതായത് പകരം വീട്ടലുകൾ ഉണ്ടായിരുന്നു. ടു മേക്ക് ദ വേൾഡ് ദ വിറ്റ്നസ് ഓഫ് സം ഹാർഡ്ഷിപ്പ്, അതുപോലെ അദ്ദേഹത്തിന് ലോകത്തിലുണ്ടായിരുന്ന ദുഃഖങ്ങളും ദുരന്തങ്ങളും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ വാസ് ഫയർഡ് ഔട്ട് ഓഫ് ഹിം ആൻഡ് കൺസ്യൂംഡ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ കവിതകൾ അത്രയും ഫ്ലോയിലായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ദെർഫോർ ഹിസ് പോയട്രി ഫ്ലോസ് ഫ്രം ഹിം ഫ്രീ ആൻഡ് ഇംബഡഡ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ നല്ലൊരു ഫ്ലോയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് ഡിസൈഡ് ടു പ്രൊട്ടസ്റ്റ്, അദ്ദേഹത്തിന് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രീച്ച് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ വേദനകളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ലോകത്തിൻ്റെ ദുരിതങ്ങളെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ദെർഫോർ ഹിസ് പോയട്രി ഫ്ലോസ് ഫ്രം ഹിം ഫ്രീ ആൻഡ് അൺഎംബഡഡ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോയട്രി വളരെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണെന്നാണ് പറയുന്നത്. ഇഫ് ever a human being got his work expressed completely, if was Shakespeare. അതായത് ഏതെങ്കിലും ഒരു ഹ്യൂമൻ ബീങ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വർക്ക് നല്ല പൂർണ്ണമാക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് നല്ല ഫ്ലോയിൽ ഫ്രീ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഷേക്സ്പിയർ മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. ഇഫ് എവർ എ മൈൻഡ് വാസ് ഇൻകാൻഡസെന്റ് അൺഎംബഡഡ് ഇറ്റ് വാസ് ഷേക്സ്പിയർസ് മൈൻഡ്. അതായത് ഇത്രയും ഫ്ലോയിൽ നല്ല ഫ്രീ ആയിട്ട് എല്ലാം എക്സ്പ്രസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഷേക്സ്പിയർ ആണെന്നാണ് പറയുന്നത്. Okay, I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like.